ഇന്ന് ആകാശം നല്ല നീലയാണ്. ആകാശം ഈ കടലിനെ റിഫ്ലക്റ്റ് ചെയ്യുകയാണോ? ഒരു വലിയ കണ്ണാടി പോലെ. പക്ഷേ ശരിക്കും ഈ നീല എവിടെ നിന്നാണ് വരുന്നത്? ഇതുപോലുള്ള ചോദ്യങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യാറ്? Are you ready? Let's explore! നമുക്ക് നോക്കാം. ആകാശം നീലയായിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കാൻ ആദ്യം സൂര്യപ്രകാശത്തെക്കുറിച്ച് ശരിക്കും രസകരമായ ഒരു കാര്യം നമ്മൾ അറിയേണ്ടതുണ്ട്. സൂര്യപ്രകാശം നമുക്ക് വെള്ളയോ മഞ്ഞയോ ആയി തോന്നിയേക്കാം. പക്ഷെ അത് യഥാർത്ഥത്തിൽ എല്ലാ നിറങ്ങളും ചേർന്നതാണ്. ചുവപ്പ്, ഓറഞ്ച്, മഞ്ഞ, പച്ച, നീല, ഇൻഡിഗോ, വയലറ്റ് എല്ലാം ഒരുമിച്ച് കലർന്നതാണ്. നമുക്ക് ഒരു കാര്യം നോക്കാം. ഈ പ്രിസത്തിലൂടെ വെളിച്ചം കടന്നു പോകുമ്പോൾ അത് പല നിറങ്ങളായി സ്പ്ലിറ്റ് ആകുന്നു. ഈ നിറങ്ങളെല്ലാം തന്നെ ആ വെളിച്ചത്തിൽ ഉണ്ടായിരുന്നു, പക്ഷേ എല്ലാം കൂടിക്കലർന്നിരിക്കുകയായിരുന്നു. ആകാശത്തും സംഭവിക്കുന്നത് ഇത് തന്നെയാണ്. ഈ നിറങ്ങളെല്ലാം ഒരുമിച്ച് വായുവിലൂടെ സഞ്ചരിക്കുന്നു. പ്രകാശം സഞ്ചരിക്കുന്നത് ചെറിയ തരംഗങ്ങൾ അഥവാ വേവ്സ് ആയിട്ടാണ്. നമുക്ക് കാണാൻ പോലും കഴിയാത്തത്ര ചെറുത്. അതുമാത്രമല്ല, ഓരോ നിറത്തിനും വ്യത്യസ്ത വലുപ്പത്തിലുള്ള തരംഗങ്ങളുണ്ട്. കണ്ടോ? ചുവന്ന പ്രകാശത്തിന്റെ വേവ്സ് നീലമേറിയതാണ്, എന്നാൽ നീലപ്രകാശത്തിന്റെ വേവ്സ് അടുത്തടുത്താണ്. സൂര്യപ്രകാശം സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് സഞ്ചരിക്കുമ്പോൾ അത് അന്തരീക്ഷം അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയർ എന്ന് വിളിക്കപ്പെടുന്ന ഒന്നിലൂടെ കടന്നു പോകണം. ഭൂമിക്ക് ചുറ്റുമുള്ള വലിയൊരു വായുവിൻ്റെ പുതപ്പാണ് ഈ അന്തരീക്ഷം. ഈ വായു ശൂന്യമല്ല, അത് കാണാൻ കഴിയാത്തത്ര ചെറിയ കണികകളാൽ നിറഞ്ഞിരിക്കുന്നു. സൂര്യപ്രകാശം അവയിൽ പതിക്കുമ്പോൾ ഒരു കാര്യം നടക്കുന്നു. പ്രകാശം ഈ ചെറിയ കണികകളിൽ തട്ടി എല്ലായിടത്തേക്കും ചിതറുന്നു. ഇതിനെ സ്കാറ്ററിംഗ് എന്ന് പറയുന്നു. നീല വെളിച്ചത്തിന് അടുത്തടുത്തുള്ള വേവ്സ് ആണെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ ആ ചെറിയ വേവ്സ് നീളമുള്ള ചുവന്ന വേവ്സിനേക്കാൾ വളരെ കൂടുതൽ ചിതറുന്നു. അങ്ങനെ നീല വെളിച്ചം എല്ലായിടത്തേക്കും പരക്കുന്നു. അതേസമയം ചുവപ്പും മഞ്ഞയും മിക്കവാറും നേരെ കടന്നു പോകുന്നു. അതുകൊണ്ട് നീലപ്രകാശം ആകാശത്തുടനീളം ചിതറി എല്ലാ ദിശകളിൽ നിന്നും നമ്മിലേക്ക് വരുന്നു. അതുകൊണ്ടാണ് നമ്മൾ മുകളിലേക്ക് നോക്കുമ്പോൾ എല്ലായിടത്തും നീല നിറം കാണുന്നത്. ശരി, അപ്പോൾ പിന്നെ സൂര്യൻ ഉദിക്കുമ്പോഴും അസ്തമിക്കുമ്പോഴും ആകാശത്തിന്റെ നിറം എന്തുകൊണ്ട് മാറുന്നു? അതും ഇതുകൊണ്ട് തന്നെയാണ്. സൂര്യൻ അസ്തമിക്കുമ്പോൾ അതിന്റെ പ്രകാശത്തിന് നമ്മളിലേക്ക് എത്താൻ കൂടുതൽ ദൂരം അന്തരീക്ഷത്തിലൂടെ യാത്ര ചെയ്യേണ്ടി വരുന്നു. നമ്മുടെ കണ്ണുകളിൽ എത്തുന്നതിനു മുമ്പ് ആ നീല വെളിച്ചമെല്ലാം ചിതറിപ്പോകുന്നു. അപ്പോൾ എന്താണ് ബാക്കിയുള്ളത്? ചുവപ്പും ഓറഞ്ചും മഞ്ഞയും. അതുകൊണ്ടാണ് സൂര്യാസ്തമയങ്ങൾ ആ നിറങ്ങളിൽ കാണപ്പെടുന്നത്. നിങ്ങൾ ചന്ദ്രനിൽ നിൽക്കുകയാണെങ്കിൽ പകൽ സമയത്ത് പോലും ആകാശം കറുത്തതായിരിക്കും. അതിന് കാരണം ചന്ദ്രന് ഒരു അന്തരീക്ഷമില്ല എന്നതാണ്. അതിനാൽ പ്രകാശത്തെ ചിതറിക്കാൻ അവിടെ ഒന്നുമില്ല. പ്രകാശം ചിതറാത്തതിനാൽ നീല ആകാശവും ഉണ്ടാകില്ല. അതുകൊണ്ടാണ് ആകാശം നീലയായി കാണപ്പെടുന്നത്. വായുവിലുള്ള ചെറിയ കണികകളിലൂടെ സൂര്യപ്രകാശം സ്കാറ്റർ ചെയ്യുന്നതാണ്. നീലപ്രകാശം എല്ലായിടത്തേക്കും ചിതറുന്നു. അതാണ് നമ്മൾ കാണുന്നതും. അറിയാൻ ഇനിയും ഒരുപാടുണ്ട്. എന്നോടൊപ്പം കൂടാൻ ഇഷ്ടമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത തവണ കാണാം. ബൈ.